ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതായത് റോഡ് റേജ് എന്ന് പറയും. റോഡിൽ രണ്ട് ഡ്രൈവർമാർ തമ്മിലുള്ള വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറ്റം, അതല്ലെങ്കിൽ പകയോടുകൂടി അല്ലെങ്കിൽ ദേഷ്യത്തിൻ്റെ പുറത്ത് ഉണ്ടാകുന്ന പെരുമാറ്റത്തിനാണ് റോഡ് റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ അത്തരത്തിൽ ഒരു റോഡ് റേജിൻ്റെ ഉദാഹരണമാണ് ഞാൻ കാണിക്കുന്നത്. അതോടൊപ്പം അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കൂ, ഒരു വാഹനം, ഒരു ബൈക്ക് തികച്ചും തെറ്റായ രീതിയിൽ വൺ വേ തെറ്റിച്ചാണ് ആ വാഹനം വന്നത്. മുമ്പിൽ പോയ അമേസ് എന്ന കാർ ബസ്സിന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എതിർഭാഗത്തു നിന്ന് വന്ന ബൈക്ക് ആ റോഡിൻ്റെ ബോർഡറിൽ നിന്നും പുറത്തേക്ക് വെട്ടിച്ച് മാറ്റേണ്ട അവസ്ഥ വന്നു. രണ്ട് യുവാക്കളായിരുന്നു ആ വാഹനത്തിലുണ്ടായിരുന്നത്. അവർ എന്താണ് ചെയ്തതെന്ന് ഇനി തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം. എതിർഭാഗത്തൂടെ പോയ വാഹനം തിരികെ വന്ന് ഈ പറഞ്ഞ കാറുകാരൻ്റെ നേരെ പ്രകടനങ്ങൾ നടത്തുന്ന ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അടുത്തിടെ നടന്ന ഒരു പഠനത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച്, ഒരു സർവേ റിപ്പോർട്ട് അനുസരിച്ച് പകുതിയിലധികം അപകടങ്ങൾ, അതായത് ഏകദേശം 56% അപകടങ്ങളും ചൂടന്മാരായ ഡ്രൈവർമാരുടെ ഡ്രൈവിംഗ് രീതി കൊണ്ടാണ് എന്നാണ് പുറത്തു വന്നത്. അതായത് റോഡ് റേജ് മൂലമാണ് റോഡ് അപകടങ്ങളിൽ 56% ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ യാത്ര പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രോക്ഷമാകാം, അല്ലെങ്കിൽ ദേഷ്യമാകാം, സമയം വൈകിയതിനെ തുടർന്നുണ്ടാകുന്ന മാനസികാവസ്ഥയാകാം, അതല്ലെങ്കിൽ റോഡിൽ നിന്നുണ്ടാവുന്നതാണ്. ഇപ്പോൾ തന്നെ നോക്കുക, ഈ മുമ്പിൽ പോകുന്ന ഗ്രേ കളർ അമേസ് കാർ നോക്കുക. മുമ്പേ ഞാൻ പറഞ്ഞ വാഹനമാണ്. ഇതാണ്ട് ആ ബൈക്കിലുള്ള യുവാക്കൾ ആ അമേസിനെ ഫോളോ ചെയ്യുന്നതാണ് നിങ്ങൾ ദൃശ്യത്തിലൂടെ കാണുന്നത്. ഒരു നിമിഷം തെറ്റായ രീതിയിൽ വൺ വേ തെറ്റിച്ച് കടന്നു വന്ന ബൈക്കുകാരൻ ആണ് ഇതിനകത്തെ യഥാർത്ഥത്തിലുള്ള വില്ലൻ. നോക്കൂ, വാഹനത്തിൻ്റെ അടുത്ത് വന്ന ഡ്രൈവറെ അശ്ലീല ആംഗ്യം കാണിക്കുന്ന യുവാക്കളെയാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം ആ ബൈക്ക് മുമ്പിൽ പോയി അവരുടെ രോക്ഷ പ്രകടനങ്ങളാണ് തുടർന്ന് കാണുന്നത്. കുറേ നേരം നിൽക്കുന്ന രോക്ഷ പ്രകടനങ്ങൾ നോക്കൂ. ഇപ്പോഴും അവർ അതേ ആംഗ്യം കാണിച്ച്, അശ്ലീല ആംഗ്യം കാണിക്കുകയാണ്. വീണ്ടും മുമ്പിൽ കയറി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചാണ് ഇരുകൂട്ടരും റോഡിലൂടെ പോകുന്നത്. അത് ഒരുപോലെ മറ്റുള്ളവർക്കും അപകടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ചെറിയൊരു ഇൻസിഡൻറ്റിൽ നിന്ന് തുടങ്ങിയ ഒരു വൈരാഗ്യബുദ്ധിയാണ് രണ്ടുപേരും തമ്മിൽ. ഇതുണ്ട്, വളവിലാണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കയറി അശ്ലീല ആംഗ്യം കാണിക്കുന്നത്. അത് തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇവർ തമ്മിലുള്ള ഒരു വൈരാഗ്യബുദ്ധി മൂലമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കും അപകടമുണ്ടാകുന്നതാണ്. കണ്ടോ, ഡ്രൈവർ അടക്കം അശ്ലീല ആംഗ്യം കാണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വന്ന് ബൈക്ക് യാത്ര അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് പേരുടെ അല്ലെങ്കിൽ രണ്ട് ഡ്രൈവർമാരുടെ, രണ്ട് വാഹനത്തിലുള്ള ഡ്രൈവർമാർ തമ്മിലുള്ള രോക്ഷം അല്ലെങ്കിൽ ദേഷ്യം മറ്റുള്ളവരുടെ ജീവനും അപകടമുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ വാഹനം ഓടിക്കുന്നവർ ഈ കാര്യം വളരെ ശ്രദ്ധിക്കുക. റോഡിൽ മറ്റാരെങ്കിലും ഇത്തരത്തിൽ നമ്മളെ പ്രകോപനപരമായി ആരെങ്കിലും വാഹനം ഓവർടേക്ക് ചെയ്യുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിക്കുകയോ ചെയ്താൽ അതിനെ ഫോളോ ചെയ്ത് ഇത്തരത്തിൽ നമ്മൾ മറ്റ് കാര്യങ്ങളിലേക്ക് നയിക്കാതെ സമാധാനപരമായി വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ദേഷ്യത്തിന് അല്ലെ കോപത്തിന് ഇരയാകുന്നത് നിരപരാധികളായ ആളുകളാകാം, കാൽനടക്കാരാകാം, അല്ലെങ്കിൽ വഴിയാത്രക്കാരായ അല്ലെ വാഹനയാത്രക്കാരായ മറ്റുള്ളവരാകാം. അതുകൊണ്ട് രോക്ഷം റോഡിൽ കാണിക്കാതെ ശ്രദ്ധിക്കുക. ഈ വീഡിയോ കഴിഞ്ഞ ദിവസം കോട്ടയം KK റോഡിൽ വെച്ച് ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പോൾ സാന്ദർഭികവശാൽ ഈ കാര്യം നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. അപ്പോൾ സുരക്ഷിതമായി എല്ലാവരും വാഹനം ഓടിക്കുക. നിയമപരമായ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക. അതൊരു വീഡിയോ ആയി ചെയ്യുന്നതാണ്. പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ. താങ്ക് യു.